സ്വാഗതം. നമ്മളിന്ന് സുപ്രീം കോടതിയുടെ ഓഗസ്റ്റ് 13, 2025 ഡെയിലി ഡൈജസ്റ്റിലെ ചില പ്രധാന വിധികളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലുകയാണ്. അതെ. തെരുവുനായ്ക്കൾ, പിന്നെ നേതാക്കളുടെ പേരിലുള്ള പദ്ധതികൾ, ജാമ്യം, ആർബിട്രേഷൻ, അങ്ങനെ പലതും വരുന്നുണ്ട്. ശരിയാണ്. സാധാരണക്കാരെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ വിധികളിലുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ വിഷയം ഡൽഹിയിലെ തെരുവുനായ ശല്യം, അല്ലേ? INC 977. അത് ഡൽഹിയിലും ചുറ്റുവട്ടത്തുമുള്ള NCT, MCD, നോയിഡ, ഗാസിയാബാദ് അങ്ങനെ സ്ഥലങ്ങളിൽ നായ്ക്കളെ പിടിക്കാൻ അധികാരികൾക്ക് കൊടുത്ത ഒരു കർശന നിർദ്ദേശമാണ്. പ്രത്യേകിച്ച് പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ ശ്രദ്ധിക്കണമെന്നും പറയുന്നുണ്ട്. പക്ഷേ അതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതല്ല. ഈ പണി ചെയ്യുന്നതിൽ ആരെങ്കിലും, വ്യക്തികളോ സംഘടനകളോ തടസ്സം നിന്നാൽ അവർക്കെതിരെ കോടതിയലക്ഷ്യ നടപടിയെടുക്കുമെന്നാണ് മുന്നറിയിപ്പ്. കോടതി ഒരു കാര്യം പറഞ്ഞു, ആരും നിയമത്തിന് അതീതരല്ല, അതുപോലെ ആരും നിയമത്തിന് താഴെയുമല്ല എന്നും. അത് പ്രധാനപ്പെട്ടൊരു നിരീക്ഷണമാണ്. അതായത് നിയമത്തിന്റെ സംരക്ഷണം എല്ലാവർക്കും ഒരുപോലെയാണെന്ന്. അതെ, അതുറപ്പാക്കേണ്ടത് ഭരണകൂടത്തിന്റെ കടമയാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ശരി. ഇനിയിപ്പോൾ അടുത്തത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടൊരു കേസാണല്ലോ, DMK കൊടുത്ത ഹർജി. നേതാക്കളുടെ പേരിലുള്ള പദ്ധതികൾ. ജീവിച്ചിരിക്കുന്ന നേതാക്കളുടെയോ മുൻ മുഖ്യമന്ത്രിമാരുടെയോ പേരോ ചിത്രമോ പദ്ധതികൾക്ക് ഉപയോഗിക്കരുതെന്ന മദ്രാസ് ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. INSEQ 976. അതെ. സുപ്രീം കോടതി പറഞ്ഞത് ഈ നേതാക്കളുടെ പേരിൽ പദ്ധതികൾ വരുന്നത് രാജ്യത്തെല്ലായിടത്തും ഉള്ളതാണെന്നാണ്. പിന്നെ ഏറ്റവും പ്രധാനം എന്താണത്? രാഷ്ട്രീയപരമായ യുദ്ധങ്ങൾ നടക്കേണ്ടത് ജനങ്ങൾക്കിടയിലാണ്, അല്ലാതെ കോടതിയിലല്ല. അതിന് കോടതിയെ വേദിയാക്കരുതെന്ന്. ഒരു ലക്ഷ്മണരേഖയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ പോലെയല്ലേ, ജുഡീഷ്യറിയും രാഷ്ട്രീയവും തമ്മിൽ? ഒരു തരത്തിൽ അതെ. ഇത്തരം കാര്യങ്ങളിൽ കോടതി ഇടപെടുന്നതിലെ പരിമിതിയെക്കുറിച്ചും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ജാമ്യം കൊടുക്കുമ്പോൾ കോടതി കാരണം പറയണമെന്ന്. ശരിയാണ്, ഒരു റീസന്റ് ഓർഡർ വേണം. എന്തുകൊണ്ട് ജാമ്യം നൽകുന്നു അല്ലെങ്കിൽ നിഷേധിക്കുന്നു എന്ന് വ്യക്തമാക്കണം. പക്ഷേ മറ്റേ കേസ്, അശോക് ധൻകർ കേസ്, INS 974, അതിൽ പറയുന്നു കാരണം പറയുമ്പോൾ തെളിവുകളുടെ വിശദമായ വിശകലനത്തിലേക്ക് പോകരുത് എന്നും. ഇത് രണ്ടും തമ്മിൽ അതൊരു സംശയം തോന്നാം. പക്ഷേ കാര്യം സിമ്പിളാണ്. കാരണം പറയണം, പക്ഷേ ഒരു മിനി ട്രയൽ പോലെ കേസിന്റെ മെറിറ്റിലേക്ക് ഒരുപാട് ആഴത്തിലിറങ്ങി തെളിവുകൾ അളക്കരുത്. അതായത് കുറ്റത്തിന്റെ ഗൗരവം, പ്രതിക്ക് സമൂഹത്തിലുള്ള സ്വാധീനം, വിചാരണയെ സ്വാധീനിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കണം. അല്ലാതെ തെളിവ് വെച്ച് ഇന്നയാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് ജാമ്യഘട്ടത്തിൽ തീരുമാനിക്കരുത്. മനസ്സിലായി. അശോക് ധൻകർ കേസിൽ ഈ കാര്യങ്ങൾ കീഴ്ക്കോടതി ശരിക്കും നോക്കിയില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു, അല്ലേ? അതെ. പിന്നെ അതിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞു. ജാമ്യം നൽകിയതിനെതിരെ അപ്പീൽ പോകുന്നതും ജാമ്യം റദ്ദാക്കാൻ അപേക്ഷ കൊടുക്കുന്നതും രണ്ടും രണ്ടാണ്, ഒന്നല്ല. അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ജാമ്യം കൊടുത്ത ഉത്തരവിലെ പിഴവ് ചൂണ്ടിക്കാട്ടിയാണ് അപ്പീൽ. പക്ഷെ ജാമ്യം കിട്ടിയ ശേഷം പ്രതി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ, ഉദാഹരണത്തിന് വ്യവസ്ഥ ലംഘിച്ചാൽ, അപ്പോഴാണ് റദ്ദാക്കാൻ അപേക്ഷ കൊടുക്കുന്നത്. രണ്ടും വേറെ വേറെ സാഹചര്യങ്ങളാണ്. അതെ. ജാമ്യത്തിനെതിരായ അപ്പീൽ ഒരു പ്രതികാര നടപടി പോലെ ആകരുത് എന്നും കോടതി പറയുന്നുണ്ട്. ശരി. ഇനി ആർബിട്രേഷനിലേക്ക് വരാം. കമൽ ഗുപ്ത കേസ്, INC 975. ഒരു പ്രധാന ചോദ്യം, ആർബിട്രേഷൻ കരാറിൽ ഒപ്പിടാത്ത ഒരാൾക്ക് ആ നടപടിയിൽ പങ്കെടുക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് സുപ്രീം കോടതിയുടെ ഉത്തരം. കാരണം ആർബിട്രേഷൻ ആൻഡ് കൺസിലിയേഷൻ നിയമത്തിലെ സെക്ഷൻ 42A പ്രകാരം ഈ നടപടികൾ രഹസ്യ സ്വഭാവമുള്ളതാണ്. അപ്പോൾ പുറത്തുനിന്നൊരാൾ വരുന്നത് ആ രഹസ്യാത്മകതയെ ബാധിക്കും. തീർച്ചയായും. കരാറിൽ കക്ഷിയല്ലാത്ത ആൾക്ക് അതിൽ കാര്യമില്ല. ഇനി അയാൾക്ക് ആ അവാർഡിനെതിരെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അപ്പോ എന്തു ചെയ്യും? ആ അവാർഡ് അയാൾക്കെതിരെ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ സെക്ഷൻ 36 പ്രകാരം തടസ്സവാദം ഉന്നയിക്കാം. അല്ലാതെ നടപടിയിൽ കയറി ഇടപെടാൻ പറ്റില്ല. പിന്നെ ആർബിട്രേറ്ററെ നിയമിച്ചു കഴിഞ്ഞാൽ കോടതിക്ക് പിന്നെ ആ കേസിൽ റോളില്ലാന്നും പറഞ്ഞു. ഫങ്ക്ടസ് ഒഫീഷ്യോ. അത് വ്യക്തമായി. ഇനി കുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു കേസ്, ദാസരി അനിൽകുമാർ കേസ്, INSC 972. കുട്ടിയുടെ സംരക്ഷണം ദത്തെടുത്ത മാതാപിതാക്കൾക്ക് നൽകാനുള്ള നിർദ്ദേശം. എന്തായിരുന്നു അതിലെ പ്രധാന പരിഗണന? കുട്ടിയുടെ നയജസ്റ്റ് ഇൻട്രസ്റ്റ്, അതായത് കുട്ടിയുടെ ഏറ്റവും നല്ല താൽപ്പര്യം, അതാണ് പ്രധാനം. ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെ തത്വങ്ങളും കുട്ടിയുടെ സുരക്ഷ, സ്ഥിരത ഇതൊക്കെ നോക്കിയിട്ടാണ് ആ തീരുമാനം. ശരി.
അവസാനമായി ജീവപര്യന്തം തടവുമായി ബന്ധപ്പെട്ട ഒരു വിധി കൂടി. സുഖ്ദേവ് യാദവ് കേസ് INSC 969. ഒരു നിശ്ചിത കാലത്തേക്ക്, ഇപ്പോൾ ഒരു 20 വർഷത്തേക്ക് ജീവപര്യന്തം വിധിച്ചാൽ ആ കാലയളവ് കഴിയുമ്പോൾ മോചിപ്പിക്കണമോ എന്നതായിരുന്നു ചോദ്യം. അപ്പൊ എന്താണ് കോടതി പറഞ്ഞത്? ആ കാലാവധി കഴിഞ്ഞാൽ മോചിപ്പിക്കണം എന്നാണ്. അതിന് പ്രത്യേകിച്ച് അപേക്ഷയൊന്നും കൊടുക്കേണ്ടതില്ല. പക്ഷേ വേറെ ശിക്ഷ വല്ലതും ഒരുമിച്ച് അനുഭവിക്കാനുണ്ടെങ്കിൽ അത് തീർക്കണം. ഓക്കെ, അപ്പോ ശിക്ഷാ ഇളവിന്റെ കാര്യത്തിൽ അതൊരു വ്യക്തത നൽകി. അതെ. അപ്പോ ഇന്ന് നമ്മൾ നോക്കിയ വിധികൾ പൊതുസുരക്ഷ, രാഷ്ട്രീയം, നീതിന്യായ നടപടിക്രമങ്ങൾ, ആർബിട്രേഷൻ, കുട്ടികളുടെയും തടവുകാരുടെയും അവകാശങ്ങൾ, അങ്ങനെ പല തലങ്ങളെ സ്പർശിച്ചുപോയി. ശരിയാണ്. നിയമം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന്റെ പല ഭാഗങ്ങളെ സ്വാധീനിക്കുന്നത് എന്നതിന്റെ നല്ല ഉദാഹരണങ്ങളാണിത്. നിയമവാഴ്ചയുടെ പ്രാധാന്യം ഓരോന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും. നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് നിർത്താം. ഒരു ജുഡീഷ്യൽ ഓഫീസർ നിയമരംഗത്ത് 7 വർഷത്തെ പരിചയമുണ്ട്. അദ്ദേഹത്തിന് ബാർ കോട്ട വഴി നേരിട്ട് ഡിസ്ട്രിക്ട് ജഡ്ജിയാകാൻ പറ്റുമോ? ഇതൊരു ഭരണഘടനാപരമായ ചോദ്യമാണ്. രജനീഷ് KV വേഴ്സസ് K ഡീപ കേസ്. അതൊരു വലിയ ബെഞ്ച് പരിഗണിക്കാൻ പോവാണ്. അതെ, ഇത് നമ്മുടെ ജുഡീഷ്യറിയുടെ ഘടനയെയും നിയമന രീതികളെയുമൊക്കെ എങ്ങനെ ബാധിക്കാം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ വിവരങ്ങളിലേക്കുള്ള യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി.